ഹായ് ഫ്രണ്ട്സ്, പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിലെ മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള ഇമ്മ്യൂണിറ്റീസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ദ സോവറിൻ ആൻഡ് ഡിപ്ലോമാറ്റിക് ഏജൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോറിൻ സോവറിന് എന്തുണ്ട്? ആബ്സല്യൂട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ട്. എന്തിൽ നിന്നും? സിവിൽ ആൻഡ് ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് അനദർ സ്റ്റേറ്റ്. മറ്റൊരു സ്റ്റേറ്റിൻ്റെ ക്രിമിനൽ ആൻഡ് സിവിൽ ജൂറിസ്ഡിക്ഷനിൽ നിന്നും ഒരു ഫോറിൻ സോവറിന് ആബ്സല്യൂട്ട് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. സിവിൽ or criminal court of a country cannot exercise its jurisdiction against a foreign sovereign. ഒരു ഫോറിൻ സോവറിന് എഗനിസ്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റിലെ സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കോടതികൾക്ക് ജൂറിസ്ഡിക്ഷൻ എക്സർസൈസ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. എ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫോറിൻ സോവറിൻ cannot be decided by a court of another country. ഒരു ഫോറിൻ സോവറിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ മറ്റൊരു രാജ്യത്തിൻ്റെ കോടതി ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയും പാടില്ല. ഇതെന്ന് പറയുന്നത് പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിലെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. എന്താണ്? ഒരു സോവറിൻ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സിവിൽ ആൻഡ് ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ, മറ്റൊരു രാജ്യത്തിൻ്റെ സിവിൽ ആൻഡ് ക്രിമിനൽ ജൂറിസ്ഡിക്ഷനിൽ നിന്നും ഇമ്മ്യൂൺഡാണ് എന്ന് പറയുന്നത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിളാണ്. ദർ ഈസ് നോ ലിമിറ്റ് വിത്ത് റിഗാർഡ് ടു ദ പേഴ്സണൽ ഇമ്മ്യൂണിറ്റി ഓഫ് ഹെഡ് ഓഫ് ദ സോവറിൻ സ്റ്റേറ്റ്. ഒരു സോവറിൻ സ്റ്റേറ്റിൻ്റെ ഹെഡിൻ്റെ പേഴ്സണൽ ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് അവിടെ ഒരു ലിമിറ്റ് ഒന്നും പറയുന്നില്ല. ഓൾ ഹെഡ് ഓഫ് സോവറിൻ സ്റ്റേറ്റ് ഹാസ് ആക്റ്റഡ് ആസ് ആൻ ഓർഡിനറി സിറ്റിസൺ, ഹി ക്യാൻ ക്ലെയിം ഇമ്മ്യൂണിറ്റി. ഇഫ് അറ്റ് ഓൾ ദ ഹെഡ് ഓഫ് ദ സോവറിൻ സ്റ്റേറ്റ്, ഒരു സോവറിൻ സ്റ്റേറ്റിൻ്റെ ഹെഡിന് എന്താണ്? ഒരു ഓർഡിനറി സിറ്റിസൺ ആയിട്ട് ആക്ട് ചെയ്യാനും അവളുടെ ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടിയും കഴിയുന്നതാണ്. ഇനി ഇവിടെ മിഖേൽ വേഴ്സസ് സുൽത്താൻ ഓഫ് ജോഹോർ എന്ന് പറഞ്ഞു ഒരു കേസ് പറയുന്നുണ്ട്. ഇവിടെ സുൽത്താൻ ഓഫ് ജോഹോർ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലേക്ക് പോകുകയും അയാൾ ഒരു ഫോൾസ് നെയിമിൽ ഓർഡിനറി സിറ്റിസൺ ആയിട്ട് അവിടെ എന്ത് ചെയ്തു? ലിവ് ചെയ്തു. എന്നിട്ട് അവിടെ മിഖേൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുകയും അവരെ വിവാഹം കഴിക്കാമെന്ന് പ്രോമിസ് കൊടുക്കുകയും ചെയ്തു. സബ്സിക്വൻ്റ്ലി എന്താണ്? അയാളുടെ ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നും അയാൾ ഫെയിലായി. മിഖേൽ ഒരു ഇംഗ്ലണ്ടിൽ കോമ്പൻസേഷൻ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. ആ സമയത്ത് ഈ സുൽത്താൻ എന്തോ ചെയ്തു? അയാൾ ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്തു. കോർട്ട് അങ്ങനെ ഡിസ്മിസ്ഡ് ദ സ്യൂട്ട് ഡിസ്മിസ് ചെയ്യുകയും അവർക്ക് ഇമ്മ്യൂണിറ്റി ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഡിപ്ലോമാറ്റിക് ഏജൻസിൻ്റെ ഡ്യൂട്ടീസും ഇമ്മ്യൂണിറ്റീസും പ്രിവിലേജസും ഒക്കെ നോക്കാം. ഡിപ്ലോമാറ്റിക് ഏജൻസ് ആർ ദ പേഴ്സൺസ് ഹൂസ് റിസൈഡ് ഇൻ ഫോറിൻ കൺട്രി. ഡിപ്ലോമാറ്റിക് ഏജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫോറിൻ കൺട്രിയിൽ സെൻഡിങ് സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആക്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലോട്ടും അങ്ങോട്ടും ഒക്കെ മറ്റ് പല രാജ്യങ്ങളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്ലോമാറ്റിക് ഏജൻസിനെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് ഏജൻസ് നമ്മുടെ രാജ്യത്തും പ്രവർത്തിക്കുന്നുണ്ട്. ദേ ആക്ട് ആസ് ആൻഡ് ലിങ്ക് ബിറ്റ്വീൻ ദ സെൻഡിങ് ആൻഡ് റിസീവിങ് സ്റ്റേറ്റ്. അവരെന്താണ്? ഈ സെൻഡിങ് സ്റ്റേറ്റിൻ്റെയും റിസീവിങ് സ്റ്റേറ്റിൻ്റെയും ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുകയാണ് അവിടെ. ബൈ വിർച്യൂ ഓഫ് ദ വിയന്ന കൺവെൻഷൻ ഓൺ ഡിപ്ലോമാറ്റിക് റിലേഷൻ 1961, ഡിപ്ലോമാറ്റിക് ഏജൻസി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. വിയന്ന കൺവെൻഷൻ ഓൺ ഡിപ്ലോമാറ്റിക് റിലേഷൻ 1961 പ്രകാരം ഡിപ്ലോമാറ്റിക് ഏജൻസിനെ 3 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അംബാസഡേഴ്സ് ഓർ നോഷ്യസ് ആൻഡ് അതർ ഹെഡ്സ് ഓഫ് മിഷൻസ് ഓഫ് ഇക്വിവാലൻറ്റ് റാങ്ക്. 2 പറയുന്നത് എൻവോയീസ്, മിനിസ്റ്റേഴ്സ് ആൻഡ് ഇൻ്റർന്യൂവൻസ്. 3 പറയുന്നത് ചാർജ് ഡി അഫയേഴ്സ്. അങ്ങനെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇവരുടെ ഇമ്മ്യൂണിറ്റീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻവയലബിലിറ്റി ഓഫ് പേഴ്സൺ ഓഫ് എൻവോയി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർനാഷണൽ ലോ ദാറ്റ് ദ പേഴ്സൺ ഓഫ് എൻവോയി ഈസ് റിഗാർഡഡ് ആസ് ആൻ ഇൻവോയലബിൾ എന്ന് പറഞ്ഞാൽ ഇൻവോയലബിൾ എന്ന് പറഞ്ഞാൽ നോട്ട് ലയബിൾ ടു സെർച്ച്. ഒരു ഡിപ്ലോമാറ്റിക് ഏജൻറ്റിനെ അല്ലെങ്കിൽ ഒരു എൻവോയിയെ ഇൻ്റർനാഷണൽ ലോയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് സെർച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. ആർട്ടിക്കിൾ 29 ഓഫ് ദ വിയന്ന കൺവെൻഷൻ ഓഫ് ഡിപ്ലോമാറ്റിക് റിലേഷൻ പ്രൊവൈഡ് ദാറ്റ് ദ പേഴ്സൺ ഓഫ് എ ഡിപ്ലോമാറ്റിക് ഏജൻറ്റ് ഷാൽ ബി ഇൻവോയലബിൾ. അപ്പോൾ എന്താണ്? ഈ വിയന്ന കൺവെൻഷൻ്റെ ആർട്ടിക്കിൾ 29 ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ഏജൻറ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? സെർച്ച് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അയാളെ അനധികൃതമായിട്ട് അവിടെ ചെന്നിട്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല എന്നുള്ളത്. ഹി ഷാൽ നോട്ട് ബി ലയബിൾ ടു എനി ഫോം ഓഫ് അറസ്റ്റ് ഓർ ഡിറ്റൻഷൻ. അയാളെ അറസ്റ്റ് ചെയ്യാനോ ഡിറ്റൻഷൻ ചെയ്യാനോ പാടില്ല. റിസീവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിപ്ലോമാറ്റിക് എൻവോയിയെ
എന്തായിട്ടാണ് ഡ്യൂ റെസ്പെക്റ്റോടുകൂടി അയാളെ അറ്റാക്കിൽ നിന്നും പിന്നെ എന്താ ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അയാൾക്ക് ഫ്രീഡവും ഡിഗ്നിറ്റിയും ഒക്കെ കൊടുക്കേണ്ടത് ഈ റിസീവിങ് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈവൻ ദോ എ ഡിപ്ലോമാറ്റിക് കണ്ടക്ട് ഈസ് ഒബ്ജക്ഷണബിൾ ഓർ ഹീ ഈസ് ഗിൽറ്റി ഓഫ് എ ക്രൈം, ഹീ ഈസ് അലജ്ഡ് ടു ഹാവ് ഇൻ്റർഫിയർഡ് ഇൻ ദ ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് ദ റിസീവിങ് സ്റ്റേറ്റ്. നോ അറസ്റ്റ് ഓർ അറ്റൻഷൻ ക്യാൻ ബി ഇഫക്റ്റഡ്. സപ്പോസ് ഒരു ഡിപ്ലോമാറ്റിക് ഏജൻറ്റ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ റിസീവിങ് സ്റ്റേറ്റിൻ്റെ ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഇടപെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യാനോ ഡിറ്റൻഷൻ ചെയ്യാനോ പാടില്ല. പിന്നെ ഈ റിസീവിങ് സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അയാളെ പേഴ്സോണ നോൺ ഗ്രേഷ്യ എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ലെയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ നിന്നുകൊണ്ട് ആ രാജ്യത്ത് നിന്ന് അയാളോട് പുറത്തു പോകാൻ വേണ്ടി പറയാനും കഴിയുന്നതാണ്. അല്ലാതെ അറസ്റ്റോ ഡിറ്റൻഷനോ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് മനസ്സിലായല്ലോ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഫ്രം ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്ട്. ഡിപ്ലോമാറ്റിക് ഏജൻസ് എന്ന് പറയുന്നത് ഇമ്മ്യൂൺഡ് ഫ്രം ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോർട്ട് ഓഫ് റിസീവിങ് സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റ് ആണോ ഡിപ്ലോമാറ്റിക് ഏജൻസിനെ റിസീവ് ചെയ്തിരിക്കുന്ന ആ സ്റ്റേറ്റിൻ്റെ ക്രിമിനൽ കോടതിയിൽ ഇയാളെ പിന്നെ ജൂറിസ്ഡിക്ഷന് വിധേയമാക്കാൻ വേണ്ടി കഴിയത്തില്ല. ഒരു ക്രിമിനൽ കേസ് ഡിപ്ലോമാറ്റിക് ഏജൻറ്റിനെ എഗനിസ്റ്റായിട്ട് റിസീവിങ് സ്റ്റേറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഏജൻറ്റിന് അവിടെ ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയും. സച്ച് ഇമ്മ്യൂണിറ്റി ബൈ സെൻഡിങ് എ മെസ്സേജ് ടു ദ കോർട്ട്. ആ കോടതിക്ക് ഒരു മെസ്സേജും കൊടുക്കാൻ വേണ്ടി പറ്റും ഇയാൾക്കിങ്ങനെ എന്താണ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഹി നീഡ് നോട്ട് പേഴ്സണലി പ്രസൻറ്റ് ഇൻ ദ കോർട്ട്. കോടതിയിൽ പേഴ്സണലി പ്രസൻറ്റ് ആവേണ്ട ആവശ്യമില്ല. ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഡിപ്ലോമാറ്റിക് ഏജൻറ്റിന് അയാളുടെ ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ വേവ് ചെയ്യാൻ വേണ്ടിയും സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഹി വിൽ ബി ഡീംഡ് ടു ബി വിത്തിൻ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോർട്ട്. കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലാണെന്നായിരിക്കും കണക്കാക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്. ഇവിടെ ഒരു ഡിവോഴ്സ്ഡ് ഡോട്ടർ ഓഫ് ഹംഗേറിയൻ ഡിപ്ലോമാറ്റിക് ഏജൻറ്റ്, ഹംഗേറിയൻ ഡിപ്ലോമാറ്റിക് ഏജൻറ്റിൻ്റെ ഡിവോഴ്സ്ഡ് ഡോട്ടർ എന്ത് ചെയ്തു? ഇന്ത്യയിൽ വരികയും, ഇന്ത്യയിലെ ഡിപ്ലോമാറ്റിക് ഏജൻ്റ് ആയിരുന്നു അയാൾ, ഇന്ത്യയിൽ വരികയും ഒരു ടൂറിസ്റ്റായിട്ടാണ് വരുന്നത്. അതിനുശേഷം നെഗ്ലജൻ്റലി കാർ ഓടിച്ച് അവിടെ ഒരു ആക്സിഡൻറ്റ് കോസ് ചെയ്യുന്നു, ഒരു ഇന്ത്യൻ സിറ്റിസണിനെ കൊല്ലുന്നു. അപ്പോൾ ഇവിടെ ക്രിമിനൽ കേസ് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഡോട്ടറിന് എഗനിസ്റ്റായിട്ട് എടുക്കുന്നു. ഓക്കെ, അവർക്ക് എഗനിസ്റ്റായിട്ട് ഇന്ത്യയിൽ കേസ് എടുക്കുന്നു. നെഗ്ലിജൻ്റ്ലി വണ്ടി ഓടിച്ച് ഡെത്ത് കോസ് ചെയ്തെന്ന് പറയണം. അപ്പോൾ ഇവിടെ ഇവരെന്തോ ചെയ്തു? ഈ ഡിഫൻസ് ക്ലെയിം ചെയ്തു. ഇൻ്റർനാഷണൽ ലോ പ്രകാരം ഡിപ്ലോമാറ്റിക് ഏജൻസിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഇതുപോലെ എന്ത് കിട്ടും? ഇമ്മ്യൂണിറ്റി സിവിൽ ആൻഡ് ക്രിമിനൽ ജൂറിസ്ഡിക്ഷനിൽ നിന്നും കിട്ടുന്നതാണ്. പിന്നെ എന്താണ്, പക്ഷേ എന്തായിരിക്കണം? അവർ ആ പറഞ്ഞിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഏജൻസിൻ്റെ അണ്ടറിൽ അവരുടെ റൂഫിൽ ആയിരിക്കണം നിൽക്കുന്നത്. ഇന്ത്യൻ പ്രാക്ടീസ് ഫാമിലി മെമ്പേഴ്സ് ഓഫ് എ ഡിപ്ലോമാറ്റിക് എൻവോയ് ക്യാൻ ഇമ്മ്യൂണിറ്റി ഒൺലി ഇഫ് ഹി ഈസ് ആൻ അക്രഡിറ്റഡ് മെമ്പർ. ഫാമിലി മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിപ്ലോമാറ്റിക് എൻവോയുടെ ഫാമിലി മെമ്പേഴ്സിന് ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയും ഇഫ് ഹി ഈസ് ആൻ അക്രഡിറ്റഡ് മെമ്പർ. അക്രഡിറ്റഡ് മെമ്പർ ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അല്ലാതെ ഒരു മിയർ പൊസഷൻ, ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടോ അല്ല എന്നുണ്ടെങ്കിൽ വിസയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഈ പ്രോബ്ലത്തിലെന്ന് പറയുന്നത് ഇവിടെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഡോട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വരുന്നത് ഒരു ടൂറിസ്റ്റായിട്ടാണ്, അല്ലാതെ അയാളുടെ ഫാമിലി മെമ്പർ എന്നൊരു നിലയിലല്ല. മോർ ഓവർ, അതിലുപരി ഷീ കനോട്ട് സക്സസ്ഫുള്ളി ക്ലെയിം ഇമ്മ്യൂണിറ്റി സിൻസ് ഷീ വാസ് നോട്ട് ബീൻ ലിവിങ് വിത്ത് ഹിം ആൻഡ് ഡസ് നോട്ട് ബിലോങ് ടു ഹിസ് റെറ്റന്യൂ. ഈ പറഞ്ഞിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഏജൻറ്റിന് റെറ്റന്യൂ അല്ല ഇവർ. അതുപോലെ തന്നെ അയാളുടെ അണ്ടറിലോ അല്ലെങ്കിൽ അയാളുടെ കൂടെ ലിവ് ചെയ്യാൻ വേണ്ടിയോ അല്ല ഇവരിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ പ്രോബ്ലം ഒക്കെ എന്തായിട്ട് ചോദിക്കാം? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ തന്നെ പ്രോബ്ലമായിട്ട് തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻ്റർനാഷണൽ കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ സ്റ്റേറ്റ് എക്സ് ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് എ ഡിസ്പ്യൂട്ട്. ഒരു ഡിസ്പ്യൂട്ടിൻ്റെ സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കോൺഫറൻസ് സ്റ്റേറ്റ് എക്സിൽ നടക്കുകയായിരുന്നു. വിച്ച് ഹാഡ് ലെഡ് ടു ആംഡ് കോൺഫ്ലിക്റ്റ്. ഇത് എന്തിലേക്ക് നയിച്ചു? ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് പോയി. ഡ്യൂറിങ് ദ കോൺഫറൻസ് ഡിപ്ലോമാറ്റിക് എൻവോയി ആർ ഓഫ് സ്റ്റേറ്റ് ഡി. സ്റ്റേറ്റ് ഡിയിലെ ഡിപ്ലോമാറ്റിക് ഏജൻ്റ് ആയിട്ടുള്ള എന്താണ് 6 ഈ കോൺഫറൻസിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്തു. 6 കൊല്ലപ്പെട്ടത്. 6 പിന്നെ ആരെ കൊല്ലുന്നു? എക്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ
ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള എമ്മിനെയാണ് കൊന്നത് കേട്ടോ. അപ്പോൾ കില്ല് ചെയ്തു. വെദർ ആർ ക്യാൻ, ഇവിടെ ആറിന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 31 ഓഫ് ദ വിയന്ന കൺവെൻഷൻ ഓൺ ഡിപ്ലോമാറ്റിക് റിലേഷൻ പ്രകാരം ഡിപ്ലോമാറ്റിക് ഏജൻറ്റിൽ നിന്ന് പറയുന്നത് ക്രിമിനൽ ജൂറിസ്ഡിക്ഷനിൽ നിന്നും ഇമ്മ്യൂണിറ്റി ഉള്ളതാണ്. അവിടെ ഒള്ളി റെമഡി എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു കംപ്ലൈൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം പെഴ്സോണ നോൺ ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നിന്നും പുറത്തു പോകാൻ വേണ്ടി ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയേ കഴിയത്തുള്ളൂ. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ സെറ്റിൽമെൻറ്റിന് വേണ്ടി പോയി. ഡി എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്നും ആർ എന്ന് പറഞ്ഞ ഡിപ്ലോമാറ്റിക് എൻവോയി ആയിരുന്നു വിട്ടത്. ഈ ആർ അവിടെ ചെന്നിട്ട് എക്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള എമ്മിനെ മർഡർ ചെയ്തു. അപ്പോൾ അവിടെ ആറിന് ഇമ്മ്യൂണിറ്റി കിട്ടുമോ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അടുത്തതെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള കെ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് എംബസിയിലെ ഹൈ ഒഫീഷ്യൽ ആയിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഇയാൾ എന്തോ ചെയ്തു, ഹീ കോസസ് ഹേർട്ട് ടു എ ഫ്രഞ്ച് മാൻ ഹൂ ഹാസ് കം ടു ദ എംബസി ഫോർ പേഴ്സണൽ വർക്കിന് വേണ്ടി എംബസിയിലേക്ക് വന്നിട്ടുള്ള ഒരു ഫ്രഞ്ച് മാനിന് ഇഞ്ചുറി കോസ് ചെയ്തു. ഇന്ത്യൻ കോടതിയിൽ കെയ്ക്ക് ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കെ എന്ന് പറയുന്നത് എന്താണ്, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇന്ത്യൻ കോടതിയിൽ കിട്ടുന്നതാണ്. അതിന് എൻറ്റൈറ്റിൽഡ്. അംബാസഡർ പൊസസസ് ജൂറിസ്ഡിക്ഷൻ അപ്പോൺ ഹിസ് ഒഫീഷ്യൽ ആൻഡ് പ്രിമിസസ് ഓഫ് ദ മിഷൻ. ആ മിഷൻ്റെ പ്രിമിസസിൽ നിന്നും അല്ലെങ്കിൽ ഓഫീഷ്യലിൽ നിന്നും എന്തുണ്ട്, ജൂറിസ്ഡിക്ഷൻ അയാൾക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഹീ ക്യാൻ ടേക്ക് നെസസറി ആക്ഷൻ ഇൻ ദ മാറ്റർ ആൻഡ് ക്യാൻ ബി ട്രൈഡ് ഇൻ ദ ഫ്രഞ്ച് കോർട്ട്. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കെയ്ക്ക് എഗനിസ്റ്റ് ആയിട്ട് നെസസറി ആക്ഷൻ എടുത്ത് ഫ്രഞ്ച് കോടതിയിൽ ട്രൈ ചെയ്യാൻ വേണ്ടി കഴിയും എന്നാണ് പറയുന്നത്. ഇൻ അക്കോർഡൻസ് വിത്ത് ഫ്രഞ്ച് ലോ പ്രകാരം ഇന്ത്യൻ ഗവൺമെൻറ് ക്യാൻ ഇൻസിസ്റ്റ് ഓൺ ദ റീകോൾ ഓഫ് കെ. ഇന്ത്യൻ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കെയുടെ റീകോളിനെ ഇൻസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയും കഴിയുന്നതാണ്. അടുത്തത് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഫ്രം സിവിൽ ജൂറിസ്ഡിക്ഷനാണ്. ഡിപ്ലോമാറ്റിക് ഏജൻസിന് സിവിൽ ജൂറിസ്ഡിക്ഷനുണ്ട്. ഇമ്മ്യൂണിറ്റി കിട്ടുന്നതാണ് സിവിൽ കേസസിൽ. സ്യൂട്ട് ഫോർ റിക്കവറി ഓഫ് ഡെപ്റ്റ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, ഫോർ റിക്കവറി ഓഫ് കോമ്പൻസേഷൻ ഫോർ ടോർട്ട് ക്യാനോട്ട് ബി ഫയൽഡ് എഗൻസ്റ്റ് ഡിപ്ലോമാറ്റിക് ഏജൻസി. അപ്പോൾ എന്താണ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനോ അല്ലെങ്കിൽ ടോർട്ടിൻ്റെ കോമ്പൻസേഷൻ്റെ റിക്കവറിക്ക് വേണ്ടി ഒന്നും സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി ഒരു ഡിപ്ലോമാറ്റിക് ഏജൻസിന് എഗനിസ്റ്റായിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഡിപ്ലോമാറ്റിക് ഏജൻസിന് സിവിൽ ആൻഡ് ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. നോട്ട് ഓൺലി ഇൻ ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദേ ആർ അപ്പോയിൻറ്റഡ്. അവരെ അപ്പോയിൻറ്റ് ചെയ്ത സ്റ്റേറ്റിൽ മാത്രമല്ല, ഓൾസോ ഇൻ ദോസ് സ്റ്റേറ്റ് ത്രൂ വിച്ച് ദേ പാസ്ഡ് ടു ജോയിൻ ദെയർ പ്ലേസ് ഓഫ് ഓഫീസ് ഓർ ഓൺ ദ റിട്ടേൺ ജേർണി. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഡിപ്ലോമാറ്റിക് ഏജൻ്റായിട്ട് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടോ ആ പ്ലേസുകളിലും അതുപോലെ തന്നെ റിട്ടേൺ ജേർണിയിലും അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആ പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. ബുർമാൻസ് കേസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഡി എന്ന് പറയുന്നത് ബൊലീവിയയിലെ ഒരു ഫ്രഞ്ച് എൻവോയി ആയിരുന്നു. അയാൾ ഫ്രാൻസിൽ നിന്നും ബൊലീവിയയിലേക്ക് വൈൽ ഹി വാസ് ഗോയിങ് ഫ്രം ഫ്രാൻസ് ടു ബൊലീവിയയിൽ നിന്നും ഫ്രാൻസിലേക്ക് പോകുന്ന സമയത്ത് ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്തു. ദെൻ പി സ്റ്റാർട്ടഡ് സിവിൽ പ്രൊസീഡിങ്സ് എഗനിസ്റ്റ് ഹിം. പി എന്ത് ചെയ്തു, ഇയാൾക്ക് എഗനിസ്റ്റായിട്ട് അപ്പോഴത്തേക്ക് സിവിൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തു. ഡി എന്ന് പറയുന്നത് ഇവിടെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്തു. കോടതി ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഗ്രാൻഡ് ചെയ്യുകയും ഈ പറഞ്ഞിട്ടുള്ള സ്യൂട്ട് എന്ത് ചെയ്തു, ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. ഇനി ആർട്ടിക്കിൾ 31 ഓഫ് ദ വിയന്ന കൺവെൻഷൻ ഓൺ ഡിപ്ലോമാറ്റിക് റിലേഷൻ്റെ അകത്ത് 3 എക്സെപ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഡിസ്പ്യൂട്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സക്സഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട കാര്യമോ അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമോ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു എക്സെപ്ഷനാണ്. അവിടെ എന്തില്ല, ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല. ഫോറിൻ സ്റ്റേറ്റിലെ ഡിപ്ലോമാറ്റിക് ഏജൻറ്റിന് എഗനിസ്റ്റ് ആയിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ സ്യൂട്ട് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് സെക്ഷൻ 86 ഓഫ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിൻ്റെ അകത്താണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി റിഗാർഡിംഗ് റെസിഡൻസ് ആണ്. ദ റെസിഡൻസ് ഓഫ് ഡിപ്ലോമാറ്റിക് ഏജൻറ്റ് ആർ റിഗാർഡഡ് ആസ് ഇൻവോയലബിൾ. എന്താണ്, ഒരു ഡിപ്ലോമാറ്റിക് ഏജൻറ്റിൻ്റെ റെസിഡൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല,
സെർച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇമ്മ്യൂണിറ്റി ഫ്രം കമ്പലിംഗ് ടു ബി എ വിറ്റ്നസ്. ഡിപ്ലോമാറ്റിക് ഏജൻറ്റിനെ ഒരു വിറ്റ്നസ് ആയിട്ട് കോടതിയിൽ വരാൻ വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, കമ്പൽ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇമ്മ്യൂണിറ്റി ഫ്രം ടാക്സസ്. ഇൻ്റർനാഷണൽ ലോ പ്രകാരം ഡിപ്ലോമാറ്റിക് ഏജൻ്റ് എന്ന് പറയുന്നത് ടാക്സ് പേ ചെയ്യുന്നതിൽ നിന്നും എന്താണ്, ഇമ്മ്യൂണ്ടാണ്. ഇമ്മ്യൂണിറ്റി ഫ്രം ഇൻസ്പെക്ഷൻ ഓഫ് പേഴ്സണൽ ബാഗേജ്. ഈ ഒരു ഡിപ്ലോമാറ്റിക് ഏജൻറ്റിന് പേഴ്സണൽ ബാഗേജ് സെർച്ച് ചെയ്യാനുള്ള അധികാരമില്ല. റൈറ്റ് ടു വർക്ക്ഷിപ്പ്. ഡിപ്ലോമാറ്റിക് ഏജൻറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, വർക്ക്ഷിപ്പ് നടത്താൻ വേണ്ടി കഴിയുന്നതാണ്. അതുപോലെ അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് റിസീവിങ് സ്റ്റേറ്റിൻ്റെ ടെറിട്ടറിയുടെ ഉള്ളിൽ എവിടെ വേണേലും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള റൈറ്റ് ഡിപ്ലോമാറ്റിക് ഏജൻസിനുണ്ട്. ഇനി ഡ്യൂട്ടീസ് ഓഫ് ഡിപ്ലോമാറ്റിക് ഏജൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ഏജൻറ്റ് ഈ റിസീവിങ് സ്റ്റേറ്റിൻ്റെ ലോസ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഇടപെടാൻ വേണ്ടി പാടില്ല. പ്രിമിസസ് ഓഫ് ദ മിഷൻ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ എനി മാനർ ഇൻകമ്പാറ്റബിൾ വിത്ത് ദ ഫങ്ഷൻ ഓഫ് ദ മിഷൻ. മിഷന് ഇൻകമ്പാറ്റബിൾ ആവുന്ന രീതിയിൽ ഒന്നും ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഡിപ്ലോമാറ്റിക് ഏജൻറ്റ്സ് കുഡ് നോട്ട് പ്രാക്ടീസ് ഫോർ പേഴ്സണൽ പ്രോഫിറ്റ് എനി പേഴ്സണൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലോ പ്രോഫിറ്റിന് വേണ്ടി ഒരു പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസോ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസോ ഒന്നും ഡിപ്ലോമാറ്റിക് ഏജൻറ്റ്സ് നടത്താൻ വേണ്ടി പാടില്ല. അപ്പോൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിന് ഡിപ്ലോമാറ്റിക് ഏജൻ്റായിട്ട് ഒരു രാജ്യത്ത് പോകുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് അവരുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സിൽ ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഇടപെടാനോ അല്ലെങ്കിൽ അവർക്ക് ദോഷം വരുന്ന രീതിയിൽ മാക്സിമം എന്ത് ചെയ്യാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.